പ്രവാസികൾക്ക് ഏറ്റവും പ്രധാനം മറ്റുള്ളവരുടെ ആരോഗ്യത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ നാട്ടിലുള്ള എന്ത് ഹെൽത്ത് എമർജൻസി വന്നു കഴിഞ്ഞാൽ, മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാലും ആദ്യം വിളിക്കുന്നൊരു കോള് പ്രവാസികളെയാണ്. കാരണം എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ട്. എന്നാൽ പ്രവാസികളായ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് എത്രമാത്രം കരുതുന്നുണ്ട്? അതുപോലെ തന്നെയാണ് ഇവിടെ എത്തുന്ന ആളുകൾ, വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുവരുന്ന നമ്മുടെ കുടുംബങ്ങളെ ആരോഗ്യരംഗത്ത് ഇവിടെ ഈ ഒരു 2-3 മാസം ജീവിക്കുമ്പോൾ എത്രമാത്രം അവരുടെ ആരോഗ്യരംഗത്തിന് നമ്മൾ പ്രാധാന്യം നൽകും? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുമ്പോൾ UAE വാർത്ത ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യകത, അതുപോലെ തന്നെ ഒരുപാട് രോഗികളായ ആളുകൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മരണപ്പെടുന്നതും അതുപോലെ തന്നെ വലിയ ഭാരിച്ച ചികിത്സാ ചെലവ് കാരണം പ്രയാസപ്പെടുന്നതുമായ ഒട്ടനവധി കാഴ്ചകൾ ഒരു 16 വർഷത്തെ മാധ്യമപ്രവർത്തന അനുഭവത്തിൽ ഞാൻ നേരിട്ടിട്ടുണ്ട്. എന്തായാലും അതുപോലെ 2 പതിറ്റാണ്ടിലധികമായി ഈ രംഗത്ത്, പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ജീവകാരുണ്യ മേഖലയിൽ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ആർക്കും ഏത് സമയത്തും വിളിക്കാവുന്നതും എപ്പോൾ കണ്ടാലും ആരോഗ്യരംഗത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ആരോഗ്യ മേഖലയിലെ വിദഗ്ധനാണ് എൻ്റെ മുന്നിലുള്ളത്, സിറാജുദ്ദീൻ. ഞങ്ങൾ സ്നേഹത്തോടെ സിറാജിക്ക എന്ന് വിളിക്കും. വളരെ നന്ദി UAE വാർത്തയുടെ ഈ ഒരു ക്യാമ്പയിനോടൊപ്പം ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ് ഞങ്ങൾ ഈ ഒരു ദൗത്യം ആരംഭിക്കാൻ. അതിന് പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം സിറാജിക്ക തന്നെയാണ്. ഞങ്ങൾ മാധ്യമപ്രവർത്തകർ, ജേർണലിസ്റ്റുകൾ പലപ്പോഴും അസുഖവുമായിട്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ വരുമ്പോൾ ഞങ്ങൾ പല ആവശ്യത്തിന് വിളിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അനൂപ്, ഇൻഷുറൻസ് ഉണ്ടോ? നിങ്ങൾക്ക് എത്ര പേർക്ക് ഇൻഷുറൻസ് ഉണ്ട്? ഇത് ഞങ്ങളെ വഴക്ക് പറയുകയും സ്നേഹത്തോടെ തലോടുകയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഞങ്ങളോടുള്ള സ്നേഹമാണ്. ഇത് കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരുപക്ഷെ സിറാജിക്കയുടെ ഒരു സാന്ത്വനം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഞാൻ ഈ UAE വാർത്തയുടെ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ചതും ഈ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം അങ്ങ് തന്നെ ചെയ്യണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തത്. ഞങ്ങളുടെ ഈ ക്യാമ്പയിനേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്താണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കാൻ അതിൻ്റെ പിന്നിൽ അങ്ങനെയാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണ്? ഒന്ന്, അനൂപായി എന്ന് വിളിക്കലായിരിക്കും ഏറ്റവും യോജിപ്പെന്ന് എനിക്ക് തോന്നുന്നത്. എന്നെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്ര ഒരു പ്രഗത്ഭനോ അല്ലെങ്കിൽ അത്രയും റീച്ച് ഔട്ടുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ സാധാരണക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ മിഡ് സെഗ്മെൻറ്റുള്ള നമ്മുടെ സാധാരണ പ്രവാസികളുടെ ഒരുപാട് വേദനകളും അവരുടെ പ്രശ്നങ്ങളിലും നിരന്തരമായി ഇടപെടുന്നുള്ള രീതിയിലും, എക്സ്പെഷ്യലി നമ്മുടെ മീഡിയക്കാർ പലവരും നമ്മളോട് പല കാര്യങ്ങളുമായി സമൂഹത്ത് നടക്കുന്ന ഈ ആരോഗ്യരംഗത്ത് നടക്കുന്ന സപ്പോർട്ടിന് വേണ്ടി വിളിക്കുകയും നേരത്തെ പറഞ്ഞ മാതിരി ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിക്കലും, ഇൻഷുറൻസിൻ്റെ നിർബന്ധതയെക്കുറിച്ച് സംസാരിക്കുകയും ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നിങ്ങളെ മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുള്ള രീതിയിൽ ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ ഫസ്റ്റ് ഒരു അതിഥിയായി വരാൻ സാധിച്ചത് തന്നെ വലിയൊരു പ്രിവിലേജായിട്ട് ഞാൻ കരുതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കേൾക്കുന്നവരോ അല്ലെങ്കിൽ നമ്മളെ കാണുന്നവർക്കോ നമുക്ക് പറയുമ്പോൾ, ഒരു റൂമിലിരുന്ന് പറയുമ്പോൾ 4-5 ആൾക്കാരോടോ പറയാൻ കഴിയും. ഒരു പ്രസംഗത്തിന് പോയി പറയുകയാണെങ്കിലും അതിലൊരു 100-50 പേരെ ആൾക്കാരോട് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ലക്ഷോപലക്ഷം ആൾക്കാർ കാണുന്നതും അവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ പ്രയോജനപ്പെടാൻ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവർത്തനം കൊണ്ടോ അവർക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ ഇത്തരം വലിയ ഒരു ഭാഗ്യം എനിക്ക് വേറെ കിട്ടാനില്ല. അപ്പോൾ എന്നെ ഈ ഒരു വലിയ പരിപാടിയിൽ എന്നെപ്പോലെ ഒരാളെ ക്ഷണിച്ചതിൽ ആദ്യം തന്നെ സന്തോഷം രേഖപ്പെടുത്തട്ടെ. ഞങ്ങളുടെ തുടക്കമാണ് അങ്ങയിൽ നിന്ന്. കാരണം ഞാനും ഈ പറഞ്ഞ ഒരു പോഡ്കാസ്റ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ വളരെ കുറവ് പോകുന്ന ഒരാളാണ്. ഇതിനു മുമ്പ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് റിയാസ് ഹക്കീമിൻ്റെ കൂടെ ഞാനൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് പല പ്രാവശ്യം നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഈ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്. ഞങ്ങളുടെ തുടക്കമാണ്. നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്യും. ഹെൽത്തുമായി ബന്ധപ്പെട്ട് പ്രവാസികളോട് പലപ്പോഴും ചെറിയ മീറ്റിങ്ങുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന സിറാജുദ്ദീൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇനി UAE വാർത്തയിലൂടെ നിങ്ങളോട് നിരന്തരം സംവദിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മളൊരു വലിയൊരു ലക്ഷ്യമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അനുഭവം ഞാൻ പല വേദികളിലും പറയുന്നതാണ്. നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ കറക്റ്റ് സർവീസിൻ്റെ സമയത്ത് പോയി സർവീസ് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് അതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് പാഡുകൾ മാറ്റുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് മാറ്റുന്നത്? ഒരു വിലപിടിപ്പുള്ള കാറ് വാങ്ങിയോണ്ടാണ്. പക്ഷെ അതിനേക്കാൾ വിലപിടിപ്പുള്ള ഒരാളാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണമെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഏതെങ്കിലും ഒരു സമയത്ത് ആരെങ്കിലും പോയി ഒരു ഹെൽത്ത് ചെക്കപ്പ് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. പല ഓൺലൈൻ മീഡിയകളിൽ ഞാൻ കാണാറുണ്ട് 40 വയസ്സിന് ശേഷം. അങ്ങനെ ഒരു വയസ്സില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ കുട്ടികളിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം മുതൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന പാരൻറ്റിങ് എന്ന് പറയുന്ന സംഭവം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ജങ്ക് ഫുഡ് കൊടുക്കുന്നു, കാർബോഹൈഡ്രേറ്റ് ഡ്രിങ്ക്സ് കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ നിയന്ത്രിച്ചാൽ തന്നെ
പകുതിയിലധികം രോഗം ഭാവിയിലേക്ക് മാറിക്കിട്ടും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വരാണെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി വിസിറ്റിംഗ് വിസയുടെ കാര്യങ്ങൾ, നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ? നമ്മൾ എന്തെങ്കിലും ആയി കഴിയുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ കൊണ്ടുവരിക, നമ്മൾ ഈ ദുബൈയൊക്കെ ഒന്ന് കാണിക്കുക, നമ്മുടെ ജോലി സ്ഥലങ്ങൾ കാണിക്കുക, നമ്മുടെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുക, അവരെ ഒന്ന് കംഫർട്ടാക്കുക, അവരൊന്ന് സന്തോഷിപ്പിക്കുക. ഇതാണ് ഏതൊരു മനുഷ്യൻ്റെയും സാധാരണ പ്രവാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനൊരു സ്വരൂപിച്ചുകൊണ്ട് അവരൊരു പൈസയൊക്കെ ഉണ്ടാക്കി ഇവരിവിടെ കൊണ്ടുവരും അല്ലേ? ഇവരെ കൊണ്ടുവന്നാൽ എങ്ങനെയാണ്? അവരവിടെ ആക്റ്റീവായിട്ട് പറമ്പിൽ പോകുന്നവരായിരിക്കും, അവർ ചില ജോലി എടുക്കുന്നവരായിരിക്കും, അവർ ഞായറാഴ്ചകളിൽ ഒരു കല്യാണം ഇല്ലാത്തതില്ല, അല്ലെങ്കിൽ ഒരു വീട് കൂറില്ലാത്തതില്ല. അപ്പോൾ പല സ്ഥലങ്ങളിലുമായി അവർ എൻഗേജ്ഡായി ഫിസിക്കൽ ആക്ടിവിറ്റി നടത്തുന്നവരാണ് അവർ ഇവിടെ നമ്മുടെ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അവരെ കൊണ്ടുപോകുന്നത് 1 ബെഡ്റൂം ഫ്ലാറ്റിലേക്കോ 2 ബെഡ്റൂം ഫ്ലാറ്റിലേക്കോ 3 ബെഡ്റൂം ഫ്ലാറ്റിലേക്കോ ആയിരിക്കാം. നമ്മളുടെ ജോലി തിരക്ക് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയോ അല്ലെങ്കിൽ ശനിയാഴ്ച വരെയോ തുടരുന്നു. അവരെ നോക്കാനുള്ള ഒരു സമയവും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവർ വീട്ടിൽ ഒരു പണിയില്ലാതെ ടി വിയിൽ എക്സസൈസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ, അതായത് വെറും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ശനിയാഴ്ചകളോ ഞായറാഴ്ചകളോ നമ്മൾ അവരെ സന്തോഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവരെ കൊണ്ടുപോയി ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുക, വീണ്ടും ഈ പറയുന്ന മാതിരി ഫാറ്റും സാധനങ്ങളും ഓയിലും ഒക്കെ അടിച്ച് ഇവർക്ക് കയറ്റി കൊടുക്കുക. പിന്നെ ഉണ്ടാവും നമ്മുടെ കൂടെ കുട്ടികളുണ്ടാവാം, അവർ കഴിക്കുന്ന ബർഗർ അച്ഛ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, അമ്മ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞാൽ അവരെ കഴിപ്പിക്കാൻ നമ്മൾ നോക്കുകയാണ്. പക്ഷേ നമ്മൾ അറിയുന്നുണ്ടോ ഏറ്റവും വലിയ വില്ലൻ അതിൻ്റെ പിന്നിലിരിക്കുന്നുണ്ടെന്നുള്ളത്? അപ്പോൾ അവർക്ക് പരിചയമില്ലാത്ത ഫുഡ് നമ്മൾ കൊടുക്കുന്നു, നമ്മൾ അവരെ വളരെ സന്തോഷിപ്പിക്കാൻ കൊണ്ടുപോയി ഭക്ഷണം കഴിപ്പിക്കുന്നു. ഈ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും തിങ്കളാഴ്ച മുതൽ അവർ വീട്ടിൽ റെസ്റ്റാണ്. അപ്പോൾ ഈ പ്രായമായവർക്ക് നോർമലായിട്ടുണ്ടാവുന്ന അണ്ടർലൈൻ ഇഷ്യൂസ്, കോർമോർബിഡിറ്റീസ്, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരികയും പെട്ടെന്ന് ഒരു രോഗിയാവുകയും ചെയ്യുന്ന നമ്മൾ ഒരുപാട് കേസുകൾ കാണുന്നുണ്ട്. പക്ഷേ ഈ പ്രവാസികൾ ഈ ടിക്കറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവരെ കൊണ്ടുവരുമ്പോഴോ ഈ പൈസ സ്വരൂപിക്കുമ്പോഴോ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അതവർക്ക് ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസ് ഉണ്ട്. പലർക്കും തെറ്റുപറ്റാണ്, കോവിഡ് ഇൻഷുറൻസ് അല്ല, ട്രാവൽ ഇൻഷുറൻസ്. അതിന് നിസ്സാരമായ തുകയുള്ളൂ, തുക ഞാൻ പറയുന്നില്ല, അവർ നിസ്സാരമായ തുകയുള്ളൂ. ആദ്യം ഈ ടിക്കറ്റിൻ്റെ കൂടെ ലഭ്യമാവുകയാണെങ്കിൽ ഇവരിവിടെ 3 മാസം താമസിക്കുമ്പോൾ ഇവർക്കുള്ള എമർജൻസി കെയർ എല്ലാം അതിൻ്റെ അകത്ത് കവേർഡാണ്. പെട്ടെന്നൊരു എമർജൻസി, ഒരു ഫോൾ ഇഞ്ചുറി വന്നു, അല്ലെങ്കിൽ ഒരു BP ഷൂട്ടപ്പ് ചെയ്തൊരു സ്ട്രോക്ക് ഇഷ്യൂസ് വന്നു, അല്ലെങ്കിൽ ഒരു MI കാർഡിയാക് ഇഷ്യൂസ് വന്നു, ഇതൊക്കെ കവേർഡാണ്. കവേർഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പോയിട്ട് അവർക്ക് അപ്പം തന്നെ പേയ്മെൻറ്റ് കിട്ടാല്ല, ഒരു റീഎംബേഴ്സ്മെൻറ്റ് മെത്തേഡിലാണത്. ആദ്യം നമ്മൾ പേ ചെയ്യുന്നു, അത് നമ്മൾ തിരിച്ച് നമ്മൾ കൊടുക്കുന്നു, സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടും. ഒരു ചെറിയ കരുതൽ മാത്രം മതി. ആ കരുതലിലൂടെ നമ്മൾ എന്താണ് സാധിക്കുന്നത്? വലിയൊരു സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ അല്ലാത്തൊരു ആവറേജ് ഇത് എടുക്കാതെ വന്നാലുള്ള പ്രശ്നം എന്താണ്? ഒരു ആവറേജ് മലയാളി അല്ലെങ്കിൽ ഒരു പ്രവാസി എന്നുള്ള രീതിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് പൈസയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാൽ മിനിമം, ഞാൻ എമൗണ്ട് പറയുന്നില്ല, വലിയൊരു സംഖ്യ വേണം. ഇതൊരു ICU കെയർ മാനേജ്മെൻറ്റിലേക്കാണ് പോകണമെങ്കിൽ ഏജ് ഫാക്ടേഴ്സ് ഉള്ളവർക്ക് പെട്ടെന്നൊരു അസുഖം വന്നാൽ ഡയറക്റ്റ് റൂമിലേക്ക് അധികവും കേസുകൾ എടുക്കാറില്ല. അധികവും കേസ് ICUലേക്ക് പോകേണ്ടി വരും, എന്നാൽ 1-to-1 മോണിറ്ററിങ് വേണ്ട വരും അവർക്ക്. അപ്പം വലിയൊരു എമൗണ്ടാണ് അവർക്ക് വരുന്നത്. അതൊരു സാധാരണ പ്രവാസിക്ക്, ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് താങ്ങാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ ഒരു വെൽ എക്സ്റ്റാബ്ലിഷ്ഡ് ആളാണെങ്കിൽ പോലും ഒരു മാസം ഒരു ICU കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് അല്ല വരാം. പക്ഷേ ഒരു ചെറിയ നമ്മൾ സൂചി കൊണ്ടെടുക്കുന്ന ഒരു സാധനം അവസാനം തൂപം കൊണ്ടെടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാക്കി മാറ്റുന്നത് നമ്മുടെ ഇഗ്നോറൻസ് കൊണ്ടാണ്, നമ്മൾക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ ഇതേപോലുള്ള പ്ലാറ്റ്ഫോം നമ്മൾ സംസാരിക്കുമ്പോൾ, ഇതിൻ്റെ എക്സ്പെർട്ടീസ് സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണ്? ഇതിലൂടെ, ഒരു അറിവിലൂടെ അവർക്കത് തീർച്ചയായിട്ടും ഒരു അവെയർനെസ് കിട്ടാണ്. 1. 2, ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർ ചെയ്യേണ്ട എന്താണ്? അവർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വളരെ വില കുറഞ്ഞ കോമ്പറ്റീറ്റീവ് പ്രൈസിൽ അവർ ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അവർ ആ എക്സിക്യൂട്ടീവ് എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും കൂടിയും അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. അറിയാതെ സംഭവിക്കുന്നതാണ് ഇത് അറിഞ്ഞു സംഭവിക്കുന്നത്. പല പേഷ്യൻസും നമ്മൾ കാണുമ്പോൾ പറയും, അയ്യോ ഇത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അറിയുന്നെങ്കിൽ ഞങ്ങളിത് എടുത്തേനെ. പക്ഷെ നമുക്കിത് എടുത്തേനെ എന്ന് പറഞ്ഞത് അത് അവസാന നിമിഷം പറയാം, അതിലൊരു പ്രയോജനമില്ല. അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന കുറേ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, ഇപ്പോൾ 600-നും 800-നും 1000-നൊക്കെ ജോലി ചെയ്യുന്നത് ലേബേഴ്സ് ആയ ആൾക്കാരും, ഇനി 4000-5000 ദിർഹംസ് മാസ സാലറി കിട്ടുന്ന ആളുകളും ഈ ഇൻഷുറൻസ് എടുക്കാതെ പലരുണ്ട്. അത് വേണ്ട, ഇപ്പോൾ ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞാൽ അത് പിന്നെ എടുക്കാം. അതായത് നമ്മുടെ ഏറ്റവും പ്രയോറിറ്റി, നമ്മുടെ ലൈഫിൽ ഒരിക്കലും പ്രയോറിറ്റി ഇല്ലാത്തൊരു സാധനമാണ് നമ്മുടെ സ്വന്തം ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ചും പ്രവാസികൾക്കിടയിൽ അതിപ്പോൾ അടുത്ത കാലത്തായി കണ്ടുവരുന്നുണ്ട്. എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ പോലും
ചോദിക്കുമ്പോൾ സമയത്ത് ഇൻഷുറൻസ് എക്സ്പയർ ആയിട്ട് ഇപ്പോൾ ഒരു 6 മാസമായി ഇതുവരെ എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മെൻറ്റാലിറ്റി വരുന്നത്? എവിടെയാണ് നമുക്ക് ഇവരെ തിരുത്താൻ പറ്റുക? എങ്ങനെയാണ് ഇവർക്കൊരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാറിൻ്റെ കഥ തന്നെ നമ്മൾ എടുത്താൽ മതി. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ കാറ് സർവീസിന് പോകുന്നുണ്ട്, നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരാൾ പോലും അവരുടെ ഒരു ഹെൽത്ത് ഈസ് എ വെൽത്ത് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഒരു വെൽനസ് ക്യാമ്പയിനോ ഒരു വെൽനസ് ഇതിനോ അവർ പോകുന്നില്ല. കാരണം വെച്ചാൽ അവർക്ക് നോർമലി പോയിട്ട് നമ്മുടെ ഇപ്പോൾ ഹോസ്പിറ്റൽ എടുക്കുക, ഹോസ്പിറ്റലിൽ നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, OP ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, വെൽനസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, IP ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പക്ഷേ ഈ വെൽനസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അനുബായി ഏത് ഹോസ്പിറ്റലിൽ പോയി നോക്കിക്കോ വളരെ ചുരുക്കം ആൾക്കാരായിരിക്കുള്ളൂ. ഏറ്റവും കൂടുതൽ ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും, അല്ലെങ്കിൽ OP ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും. പക്ഷേ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റിലെയും നമുക്ക് തിരക്ക് കുറയ്ക്കാം. വെൽനസ്സിൽ ആദ്യം പോയാൽ മതി. നമ്മൾ നമ്മുടെ നോർമലായിട്ടുള്ള ബേസിക് പാരാമീറ്റേഴ്സ് നമ്മളൊരു 3 മാസത്തിലോ അല്ലെങ്കിൽ 6 മാസത്തിലോ ഒന്ന് ചെക്ക് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അത് നമുക്ക് ഇവിടെ തന്നെ ചെയ്യണമെന്നില്ല. നാട്ടിൽ നമ്മൾ വർഷം പോകുമ്പോൾ ഇഷ്ടംമാതിരി പാക്കേജസ് ഒരുപാട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ അവെയിൽ ചെയ്യാമെന്ന് ഞാൻ പറയുന്നത്. നമ്മൾ ഇവിടുന്ന് നേരെ മൂന്നാറിലേക്കോ മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിനോ ഇവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകണം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു നല്ല ഹെൽത്ത് പാക്കേജസും ചെയ്യാവുന്ന രീതിയിൽ അവർ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി പ്രശ്നങ്ങൾ തീർക്കാം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പ്രവാസികൾ ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് അവരുടെ ഹെൽത്ത് ഇൻഷുറൻസിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. അവരുടെ ജീവിതത്തിനാണ്. എന്തായാലും അവനോൻ ചത്ത് മീൻ പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ സമയത്ത് നമ്മൾ ആരോഗ്യമാനെ ഇരുന്നാൽ നമുക്ക് പണിയെടുക്കാൻ കഴിയുള്ളൂ. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല നമ്മൾ ഇവിടെ ഒരു പ്രവാസികൾ പണിയെടുക്കാൻ നേരത്തെ പറഞ്ഞ മാതിരി നാട്ടിലൊരു അസുഖം വന്നാൽ അല്ലെങ്കിൽ നാട്ടിലൊരു പ്രശ്നം വന്നാൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ്? ഈ സാധുക്കളായ പ്രവാസികളാണ്. അപ്പോൾ അവരുടെ ആരോഗ്യമല്ലേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ബേസിക്കായിട്ടുള്ള പോളിസീസ് ഒരു 1000-ന് താഴെയൊക്കെ വരുന്ന ഒരു പോളിസീസ് എടുത്ത് നിർബന്ധമായി വെക്കണം. അവർക്ക് എല്ലാ എമർജൻസി കെയറും അതിൻ്റെ അകത്ത് 1 വർഷത്തേക്ക് കവേർഡാണ്. പിന്നെ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഷുറൻസ് കാർഡ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡല്ല. അങ്ങനെയായിട്ട് അതിനെ ഉപയോഗിക്കരുത്. ഇൻഷുറൻസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം. ഇത് ഇൻഷുറൻസ് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇപ്പോൾ ഒരു കമ്പനി ഇൻഷുറൻസ് കൊടുത്താലും അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് നമ്മൾ എടുത്താലും നമ്മൾ എന്താ ചെയ്യുക? ആവശ്യത്തിനും അനാവശ്യത്തിനും പോയി നമ്മൾ അവെയിൽ ചെയ്യണ സർവീസ് ചെയ്യരുത്. അത് ചെയ്യുമ്പോൾ എന്താണ്, നമ്മളെ പോലെ തന്നെ ഇതിൻ്റെ ബാക്ക് എൻഡിൽ ഇൻഷുറൻസ് മോണിറ്റർ ചെയ്യുന്നത് ഹൗ ഈസ് യൂട്ടിലൈസിങ്. നമ്മുടെ യൂട്ടിലൈസേഷൻ അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആ യൂട്ടിലൈസേഷൻ അനുസരിച്ചാണ് നെക്സ്റ്റ് പ്രീമിയം വരുന്നത്. ആ പ്രീമിയം വരുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു പ്രീമിയത്തിലേക്കായി മാറും. അത് ഈവൻ മറ്റുള്ള ബിസിനസ്സുകാർക്കും ഒരു ബേർഡനാണ്. സ്റ്റാഫ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരും സ്റ്റാഫും ശ്രദ്ധിക്കണം. ഒരു മുതലാളി ഒരു തൊഴിലാളിക്കൊരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർ സൂക്ഷിക്കേണ്ടത് അവരുടെ കടമയാണ്, അവർ കരുതേണ്ടതാണ്. ഇത് എനിക്കെടുത്ത് തന്ന ഒരു ഇൻഷുറൻസാണ്, ഞാൻ സൂക്ഷിക്കണം. എന്നാലാണ് എനിക്ക് നാളെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ കമ്പനി ഓണർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് മാതൃകയായി മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. വലിയൊരു പ്രീമിയം പുള്ളി അടച്ചു കഴിയുമ്പോൾ പുള്ളിക്ക് ഒരു 100, 200, 300 ആൾക്കാരുള്ള കമ്പനിയിൽ 1000 ഉള്ള കമ്പനികളിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ജീവിതാനുഭവത്തിൽ ഇപ്പോൾ ഇവിടുത്തെ മെഡിക്കൽ രംഗത്ത് നമ്മൾ തന്നെ പലപ്പോഴും ഫോണിൽ സംസാരിക്കാറുണ്ട്. പല കേസുകൾ വരുമ്പോഴും ഡയറക്റ്റ് ഏത് സമയത്തും രാത്രി 12 മണിക്ക് വിളിച്ചാലും ഞാൻ അവൈലബിൾ ആണ് എന്ന് പറയുന്ന ഒരു സ്നേഹമുള്ള മനുഷ്യനാണ് അങ്ങ്. ഒരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവം, പ്രത്യേകിച്ചും ഈ ഒരു ഹോസ്പിറ്റൽ രംഗത്ത് ജോലി ചെയ്യുമ്പോൾ ഈ ഇൻഷുറൻസോ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വന്നിട്ട് ഇവിടെ പ്രവാസികൾ ബുദ്ധിമുട്ടി കാണുന്നൊരു സിറ്റുവേഷനിൽ അയ്യോ എനിക്കെന്തെങ്കിലും ചെയ്യണമായിരുന്നു എന്ന് സ്വയം ഉള്ളിൽ തോന്നിയ ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതിന് മനസ്സ് തങ്ങുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് പറയാം. അല്ല, അനുഭവം ആ ഒരു വിചാരമുള്ളതുകൊണ്ടും അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ ഇരിക്കാമെന്ന് പറഞ്ഞത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു കാര്യമല്ല, ഒരു 100,000 എൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്ത കാര്യങ്ങളുണ്ട്. ഞാൻ നിസ്സഹനായി നിന്ന സന്ദർഭങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് സഹായിക്കാൻ പറ്റിയതുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ നേരിട്ടോ അല്ലാതെയോ ഞാൻ ഒരുപാട് ആൾക്കാരുടെ ജീവിതങ്ങളിൽ എനിക്ക് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലി ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിൽ കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് അതെൻ്റെ 12 മണിയുടെ അവൈലബിലിറ്റി അല്ല. ഞാൻ ഉണർന്നിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഉറങ്ങുകയാണെങ്കിലോ എനിക്കൊരു കോള് വന്നാൽ ഞാൻ മാക്സിമം ആ കോൾ എടുത്ത് അതെന്താണെന്ന് അന്വേഷിക്കാറുണ്ട്, അതിനൊരു പരിഹാരം കാണാറുണ്ട്. പക്ഷെ നാളെ ഞാനും ഒരു രോഗിയാവാം, എന്നെ ആരെങ്കിലും ഇതേപോലെ ഒന്ന് സഹായിക്കാൻ വേണമെന്നുള്ളൊരു ചിന്തയിൽ മാത്രം വന്നതാണ്. അത് ഞാൻ മാത്രമല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനവും അതുപോലെ തന്നെയാണ്, എൻ്റെ വർക്ക് ചെയ്യുന്ന ടീമിലുള്ളവരും അങ്ങനെ തന്നെയാണ്. അവരും ഇതേ പറഞ്ഞ മാതിരി നമ്മുടെ അതേ സർവീസ് കൊടുക്കുന്നതാണ്. വെച്ചാൽ ഞങ്ങൾ സർവീസ് സെക്ടറിലുള്ളവരാണ്. ഞങ്ങളെ കാണുന്നവരും ഞങ്ങളെ സമീപിക്കുന്നവരും ആരും സന്തോഷവാന്മാരല്ല.
അവരെല്ലാം സങ്കടങ്ങളും അവരുടെ പ്രശ്നങ്ങളും സംസാരിക്കാൻ വരുന്നവരാണ്. അവരുടെ വേവലാതികളിൽ നമ്മളൊരു താങ്ങായി തണലായി നിൽക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രിവിലേജാണ്. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ സന്തോഷങ്ങളാണത്. അപ്പം അതിനൊന്നും ഒരിക്കലും ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ അതൊരു അഹങ്കാരമായി പോകും, അല്ലെങ്കിൽ അതൊരു നിന്ദിക്കലായി പോകും. അതിനൊന്നും ഞങ്ങൾ വളർന്നിട്ടില്ല. അപ്പോൾ അവരുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. അവരുടെ സങ്കടത്തിൽ അവരുടെ ഒപ്പം നിൽക്കുക, അവർക്കൊരു കൈത്താങ്ങായി നിൽക്കുക, അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുക, അവരുടെ വിഷമ കാലഘട്ടങ്ങളിലും സന്തോഷ കാലഘട്ടങ്ങളിലും അവരുടെ ഒപ്പം നിൽക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വന്നാൽ ഞങ്ങളുടെ സന്തോഷമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഡെലിവറി എടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ അവിടെ മിട്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം വേദനയുടെ പ്രശ്നങ്ങളാണ്. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോകുമ്പോൾ പരാതികളും ഞങ്ങൾക്ക് സങ്കടങ്ങളും മാത്രമേ കേൾക്കാറുള്ളൂ. ആകെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് വെച്ചാൽ ഈ വരുന്ന ന്യൂ ബോൺ ബേബീസിനെ കാണുമ്പോഴും അവരുടെ അമ്മയുടെ സന്തോഷവും അവരുടെ അച്ഛൻ്റെ സന്തോഷവും അവരുടെ ഒരു ഷെയറിങ്ങും മാത്രം സന്തോഷമായിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ്, ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാനുള്ളൂ. ബാക്കിയെല്ലാം ഈ പറഞ്ഞ മാതിരി വേദനകളുടെയും ബുദ്ധിമുട്ടുകളുടെയും പരാതികളുടെയും ഒക്കെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സാണ്. എത്ര വർഷമായി ഈ രംഗത്ത്? ഇപ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ പഠിച്ചത് തന്നെ മെഡിക്കലാണ്. ഞാൻ ബാച്ചിലർ ഡിഗ്രി ഇൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. പിന്നെ ഡിപ്ലോമ സ്പോർട്സിൽ കഴിഞ്ഞിരുന്നു. പിന്നെയാണ് ഈ മാനേജ്മെൻറ്റ് രംഗത്തേക്ക് ഞാൻ മാറിയത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 24 വർഷമായിട്ട് പ്രവാസിയാണ്. 24 വർഷം ഡെവലപ്മെന്റ് ഉണ്ടല്ലേ? ഞാൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് ആൻഡ് കോർപ്പറേറ്റ് റിലേഷൻസ് ആണ്. അപ്പോൾ അധികവും പിന്നെ നമ്മുടെ ഈ NGO ഒക്കെ ആയിട്ട് നമ്മളൊക്കെ പക്ഷേ CSR സിറാജിക്കാന്നാണ് നമ്മൾ എപ്പോഴും പറയാറില്ല. കാരണം ചാരിറ്റി അങ്ങനത്തെ എന്ത് ആവശ്യം വരുമ്പോഴും അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ആദ്യം വിളിക്കാനുള്ള ആൾ വഴക്ക് പറയെങ്കിൽ പോലും ഒരിക്കൽ വഴക്ക് കേട്ടാൽ പോലും അത് എൻ്റെ ഒരു കടമയാണല്ലോ. ഞാൻ അവരുടെ ഒപ്പം നിൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ്, അതെൻ്റെ ജോലിയാണ്. അത് ഞാനങ്ങനെ അതിനെ വേർതിരിച്ച് കണ്ടിട്ടില്ല. എൻ്റെ ജോലിനെയും ഇതിനെയും വേർതിരിച്ച് കണ്ടിട്ടില്ല. അവരെ സഹായിക്കുക എന്നുള്ള ഈ സിസ്റ്റത്തിൽ എത്ര കാലം ഉണ്ടോ ആ സിസ്റ്റത്തിൽ അവരുടെ ഒപ്പം നിൽക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ കടമയാണ്. അത് എൻ്റെ കാലം വരെയുമ്പോൾ ഞാനത് തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ദൈവം അതിന് എല്ലാ സഹായവും തരട്ടെ എന്ന് ആലോചിക്കുന്നത്. എന്തായാലും ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല ആ ചിരിയും ആ നല്ല മനസ്സും എന്നും ഉണ്ടാവട്ടെ. ഇന്നലെ ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ തരാൻ തീരുമാനിച്ചു. എനിക്കറിയാം നല്ല തിരക്കുള്ള ആളാണ്, പക്ഷേ റെഡിയാണ് ഞാൻ എന്ന് പറഞ്ഞു. കാരണം ഏറ്റവും ആദ്യം ചെയ്യണം അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തത്. ഈ ക്യാമ്പയിൻ ഞങ്ങൾ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സിറാജിക്കയിലോ അവസാനിപ്പിക്കുന്നില്ല. ഞങ്ങളിത് തുടക്കം മാത്രമാണ്. മെഡിക്കൽ രംഗത്തുള്ള പലരെയും ഇൻഷുറൻസ് രംഗത്തുള്ള പലരെയും ഞങ്ങൾ സമീപിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ. അവരെല്ലാം ഈ ഒരു വേദിയിലെത്തുകയും അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അവർക്ക് ഇതൊരു ബോധവൽക്കരണ ക്യാമ്പയിനായിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. വളരെ സന്തോഷം. അവസാനമായി ഈ വാർത്തയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു ക്യാമ്പയിനെക്കുറിച്ചും 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും. ഞാനതിലൊരു കാര്യം വിട്ടു. ഇത് അനുബായി ചായ കുടിക്കാറുണ്ടോ? ഉണ്ട്. ഒരു ചായക്ക് എത്ര ഉറുപ്പിയുണ്ട്? ഒരു മിനിമം 2 ദിർഹംസ്. 2 ദിർഹംസ് ഉണ്ട്. അപ്പോൾ എത്ര ചായ കുടിക്കും ഒരു ദിവസം? മിനിമം 5 ചായ. അപ്പോൾ എത്ര രൂപയായി? 10 ദിർഹംസ്. 10 ദിർഹംസ്. ഇനി 2 ചായ കുടിക്കുന്ന 1 ചായ കുടിക്കുന്ന ആൾക്കാർ ആ ചായ കുടിക്കുന്ന പൈസ സേവ് ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷത്തേക്കുള്ള ഇൻഷുറൻസ്, 1 മാസത്തെ പൈസ സേവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 മാസത്തെ പൈസ സേവ് ചെയ്താൽ 1 വർഷത്തേക്കുള്ള നമ്മുടെ ആരോഗ്യത്തിനെ കംപ്ലീറ്റ് സംരക്ഷിക്കാനുള്ള ഒരു ഇൻഷുറൻസ് നമ്മുടെ കിട്ടും. അത്രയെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് വേദനിക്കേണ്ടി വരും, സങ്കടപ്പെടേണ്ടി വരും. നമുക്ക് റിഗ്രറ്റ്സ് പിന്നെ നമ്മളെ വിട്ടു പോകില്ല. പിന്നെ ഇത്രയും നല്ലൊരു ഇനീഷ്യേറ്റീവ് എടുത്ത UAE വാർത്തനോട്, അതുപോലെ തന്നെ അനൂപായിനോട്, ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഈ UAE വാർത്തയിലെ എല്ലാ എംപ്ലോയീസിനോടും കടപ്പാടും നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പബ്ലിക് ഡൊമൈനിലേക്ക് വിടുന്ന ഈ ഒരേ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഒരാളെ നമ്മൾക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചാൽ ആ ഒരാളിൽ നിന്ന് 1000-ങ്ങളും 10,000-ങ്ങളും ലക്ഷങ്ങളായി മാറുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻഫർമേഷൻ മാത്രമാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് വേറെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റോ ഒന്നുമില്ല. സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പരിലാളനത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു കരുതൽ മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് ഇത് കേൾക്കുന്നവരോട് പറയാനുള്ളത്, നിർബന്ധമായും നിങ്ങളുടെ ഹെൽത്തിനെ സൂക്ഷിക്കുക. ഹെൽത്ത് ഈസ് വെൽത്ത്. അതല്ലാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് യാതൊരു പ്രയോജനമില്ല. UAE എന്ന് പറയുന്ന രാജ്യത്താണ് നമ്മളിപ്പോൾ ഈ നിന്ന് സംസാരിക്കുന്നത്. UAE എന്ന് പറയുന്ന ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും, ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് UAE പ്രസിഡന്റ് തന്നെ പറഞ്ഞത് ഒരു വാർസോൺ സമയത്ത് എല്ലാവരും എമറാത്തികളാണ്. ഇവിടെ ഒരു ഭേദവുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ടേക്ക് കെയർ ചെയ്യുന്നൊരു നാടാണ്. അത്രയും സുരക്ഷിതമാണ്. 24-25 വർഷം ഇവിടെ ജീവിക്കാൻ അങ്ങനെയൊക്കെ തോന്നുന്നത് അതുകൊണ്ടായിരിക്കും. 16 വർഷമായിട്ട് എനിക്കും അതാണ് തോന്നുന്നത്. ഇവിടുന്ന് വിട്ടു പോകരുതെന്നാണ് ഈ നാടിനോട് ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ നാടിനെക്കുറിച്ചും ഇവിടുത്തെ ഭരണാധികാരികളെക്കുറിച്ചും പറയാനുള്ളത്? ഇതിനകത്തൊന്നും പറയാനില്ല.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലത് മാത്രമാണ് ഈ UAE തന്നിട്ടുള്ളൂ, അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള സാധനം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മളോട് ചെയ്യാൻ പറയുന്നുണ്ടോ? ഒന്നുമില്ല. നമുക്ക് സന്തോഷവും സമാധാനവും മാത്രമല്ല, ഇവിടെ വരുന്നവർക്ക് എല്ലാവരും അവർ അതിഥികളായിട്ടല്ല നമ്മളെ നമ്മൾ കേരളത്തിൽ കിട്ടുന്ന അതിഥി തൊഴിലാളികൾ, അതേ അല്ല നമ്മൾ അതിഥി തൊഴിലാളികളല്ല. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ എമറാത്തികളാണ്. അതായത് എമറാത്തി പാസ്പോർട്ട് ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗവൺമെൻറ്, ഈ ഒരു ഭരണാധികാരികൾ ഇതുപോലെയുള്ള നമുക്കുള്ള സൗകര്യങ്ങൾ ലോകത്ത് എവിടെയും കിട്ടാനുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് പ്രവാസി എന്ന് പറയുന്നേക്കാൾ എനിക്ക് സന്തോഷം എൻ്റെ സെക്കൻഡ് ഹോം കൺട്രി എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ ഹെൽത്ത് കെയറിന് ഇവിടുത്തെ ഗവൺമെൻറ് എത്രമാത്രം സപ്പോർട്ടീവാണ്? ഹെൽത്ത് കെയറിൽ വേർഡില്ല ഇവരോട് പറയാൻ. ഇത്രയും ക്വാളിറ്റി ആയിട്ട് ഒരു സാധാരണ ലേബറിന് മുതൽ ഏറ്റവും പ്രീമിയത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരേ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന രാജ്യമാണിത്, വേരിയേഷൻ ഇല്ലാണ്ട്. അതായത് ഞങ്ങളുടെ ഒരു ഡോക്ടർ, അതായത് ഒരു കാർഡിയോളജിസ്റ്റിന് ഈ പറയുന്ന ഒരു ലേബർ ക്ലാസ്സിനും കാണാം, ആ ട്രീറ്റ്മെൻറ്റ് എടുക്കാം. അതേപോലെ തന്നെ ഒരു പ്രീമിയം ആൾക്കാർക്കും ഇൻഷുറൻസ് എടുത്താലും ഈ ഡോക്ടറെ തന്നെ കാണാം, കവറേജ് ഉണ്ട്. അത് IP OP എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. പക്ഷെ ഒരു പ്രൊസീജിയർ വന്നാൽ ഈ മെയിൻ ഡോക്ടർ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പ്രീമിയം ഡോക്ടർ അല്ലെങ്കിൽ ഏറ്റവും ഹൈ ക്ലാസ് ആയിട്ടുള്ള ഡോക്ടർ തന്നെയാണ് ഈ ലേബർ ക്ലാസ്സിനെയും ട്രീറ്റ് ചെയ്യുന്നത്. അത് ഏത് കൺട്രിയിൽ കാണണം? എൻ്റെ ഏറ്റവും ബഹുമാനപ്പെട്ട മുരളിയേട്ടനോടും പറയാനുള്ളത് ഇവിടെ വരണം, ഇത് കാണണം, ഇത് നമ്മുടെ നാട്ടിലും ഇതേപോലെ കൊണ്ടുവരണം. എൻ്റെയും ഞങ്ങളുടെയും എല്ലാ പ്രവാസികളുടെയും സ്വപ്നമാണ് ഇതുപോലുള്ളൊരു കേരളം. അപ്പോൾ മുരളിയേട്ടൻ തീർച്ചയായിട്ടും കാണണം ഇത്. ഈ മിനിസ്റ്ററാണ് മുരളിയേട്ടൻ എന്ന് പറഞ്ഞത്, അധികമായി പോയെന്ന് അറിയില്ല. പക്ഷേ വളരെ അടുത്തൊരാളായതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ സംസാരത്തിൽ മുരളിയേട്ടൻ എന്നായിപ്പോയി. ഇന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. ഇതേപോലെയുള്ള നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലുകളും എല്ലാം നല്ല ഡോക്ടർമാരാണ് നമ്മുടെ അവിടെ ഉള്ളത്. അപ്പോൾ ഇതേപോലെ നല്ല ഒരു ഇൻഫ്രാസ്ട്രക്ചറും കൊടുത്ത് ഇതേപോലെ ടെക്നോളജിയും സപ്ലൈ ചെയ്ത് അവരെയും അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലുകൾ, ഈവൻ പ്രൈവറ്റ് സെക്ടറാണല്ലോ, നല്ല നല്ല ഹോസ്പിറ്റൽസാണുള്ളത്, അവർക്കൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഹെൽത്ത് കെയറിൽ. അവിടെ ഇതേപോലെ ഒരു കൺട്രിയിൽ ജീവിക്കാൻ, ഈ കാലയളവിൽ ചെയ്യാൻ ഞാൻ എല്ലാ വർഷവും ആലോചിക്കും നാട്ടിലേക്ക് മടങ്ങിപ്പോലെ. നമുക്കൊരു നൊസ്റ്റാൾജി ഉണ്ടല്ലോ, നാട്ടിൽ പോകണം. അനുവദിക്കില്ല ഇല്ല, ഈ പറഞ്ഞ മാതിരി ഈ UAE അനുവദിക്കില്ല നമ്മളെ വിടാൻ. നമ്മൾ എത്ര നാൾ ഇവിടെ തുടരും എന്ന് പോലും അറിയില്ല, എത്ര നാൾ ഇവിടെ ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. പക്ഷേ ഈ രാജ്യത്തോടുള്ള കടപ്പാടും സ്നേഹവും ബഹുമാനവും എന്നും നിലനിൽക്കും, നന്ദിയും എന്നും നിലനിൽക്കും. താങ്ക് യു സോ മച്ച്.